Hello human, it's me, Octopus. വെൽക്കം ടു മൈ വേൾഡ്. കുറച്ച് നാളായി യൂട്യൂബിൽ നിന്ന് വിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു. അത് മുമ്പൊരു റിവ്യൂ ചെയ്തതിൻ്റെ പേരിലാണ്. മനസ്സിലായില്ല? ഇല്ല. Let me introduce you. My name is Frog. ഫ്രോഗ്? അപ്പോൾ വിഷയം പറയാമായിരുന്നു. ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒക്ടോപ്പസ് ഒറ്റയ്ക്കായിരുന്നു ഇതുവരെ മൂവി റിവ്യൂ ഇട്ടുകൊണ്ടിരുന്നത്. യെസ്. ഇനി തൊട്ട് ഞാനും കാണും. ഫ്രോഗ്. ഓക്കെ. യു കോൾ മീ ഫ്രോഗ്. ഓക്കെ. യാ. ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. ഏതാ പടം എന്ന് പറഞ്ഞാൽ? ഇല്ല ഞാൻ പറഞ്ഞില്ല. പടം വിടാൻ വിചാരിച്ചു. വി ഫോർ വിടാൻ വിചാരിച്ചു. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പടം ഒരു ബിലോ ആവറേജ് പടമാണ്. രണ്ടാമത് അതിൻ്റെ ക്ലൈമാക്സ്, അതിൻ്റെ ടെക്നിക്കൽ രീതിയൊക്കെ ഓക്കെ, എല്ലാം ഓക്കെ. വേറെ മാസ് അപ്പിയറൻസ് ഒന്നുമില്ല. സാധാ വരുന്നു, അഭിനയിച്ചിട്ട് പോകുന്നു. അത് ആ ഒരു ലെവലിലാണ് പടം പോകുന്നത്. മാസ് വേണമെന്ന് തന്നെ ഇല്ല. മാസ് ഇല്ലാതെ തന്നെയാണ് അത് ഹോളിവുഡ് ലെവലിൽ പിടിക്കാൻ വേണ്ടി നോക്കുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ഫൈറ്റ് ആയിരുന്നാലും, അത് സാധാരണക്കാരൻ പറ്റുന്ന രീതിയിലുള്ള ഫൈറ്റ് ആയിരുന്നാലും വലിയ മാസ് ക്യാരക്ടർ അല്ല അതിൽ കൊടുത്തേക്കുന്നത്. സാധാരണക്കാരൻ ഒരുത്തന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു സാധാരണ വ്യക്തിയായിട്ടുള്ള രീതിയിൽ കാണിച്ചിരിക്കുന്ന എല്ലാം നല്ല രീതിയിലായിരുന്നു. പക്ഷെ അതിൻ്റെ ക്ലൈമാക്സ് എൻ്റെ പൊന്നിടെ. ക്ലൈമാക്സിനെ പറ്റി പറഞ്ഞാലും ഈ ഒരു ഹോളിവുഡ് ലെവലിൽ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഓക്കെ, അത് ഓക്കെയാണ്. ഒരു എടുത്തിരിക്കുന്ന രീതിയൊക്കെ ഓക്കെ. പക്ഷെ കഥാപരമായിട്ട് നോക്കുകയാണെങ്കിൽ ആ ക്ലൈമാക്സ് ഒക്കെ കൊണ്ട് വെറും ബോറായി കളഞ്ഞു. ക്ലൈമാക്സ് എന്താണെന്ന് നമ്മൾ പറയുന്നില്ല, അത് നിങ്ങൾ കണ്ടു തന്നെ അറിഞ്ഞാൽ മതി. പക്ഷെ ക്ലൈമാക്സ് കൊണ്ട് നമ്മൾ ബോറായി കളഞ്ഞു. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ്റെ ഇപ്പോൾ അടുത്തിറങ്ങിയ പടങ്ങളിലെല്ലാം വലിമൈ, വിവേകം, വേതാളം, വിശ്വാസം, ഇപ്പോൾ വിടാമുയർച്ചി, ഇതിലെല്ലാം രക്ഷകൻ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഫാമിലി രക്ഷകൻ. ഒന്ന് വിടാമുയർച്ചിയിൽ അനിയനെ രക്ഷിക്കണം. വിടാമുയർച്ചി ഇപ്പോൾ അറിയാലോ. വിടാമുയർച്ചിയിൽ ഭാര്യയെ രക്ഷിക്കണം. വലിമയിൽ നമ്മുടെ തമ്പിയെ രക്ഷിക്കണം, അനിയനെ രക്ഷിക്കണം. അത് കഴിഞ്ഞാൽ വിശ്വാസം, മകളെ രക്ഷിക്കണം. അങ്ങനെ രക്ഷകൻ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ട്രാക്ക് മാറി ചിന്തിക്കാനുള്ള സമയമായിരിക്കുന്നു എന്ന്. ബാക്കിയുള്ളതിലും കൂടെ നിൽക്കുന്ന റിലേറ്റീവ്സും ഫാമിലിയും എന്നെങ്കിലും പറയും. ഈ വിടാമുയർച്ചയിൽ കണ്ടവൻ്റെ കൂടെ പോയ ഭാര്യയെ രക്ഷിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ എന്നെ അറിയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? എന്താ സിനിമ എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്? എന്നെ അറിഞ്ഞാലും കൊള്ളാം. പക്ഷേ വേറെ സിനിമകൾ കോപ്പിയായിട്ട് മിക്സഡ് ആയിട്ട് വരും. പിന്നെ എന്നാലും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നല്ല സിനിമ. മിക്സഡാണ്, പക്ഷെ കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. നല്ലൊരു പടവുമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിലും പടം ഓക്കെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഒന്നും പറയാനില്ല. അനിരുദ്ധൊക്കെ മാക്സിമം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വില്ലൻ ക്യാരക്ടർ ചെയ്ത് അർജുൻ ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ടൈപ്പ് വില്ലന്റെ അർജുന്റെ കൂടെ ഒരു വില്ലനായിട്ട് ഒരു കൊച്ചു കറക്റ്റ് സൈക്കോ ആ ഒരു ലെവലിൽ നമുക്ക് തോന്നും. നല്ല രീതിയിലുള്ള അഭിനയമുണ്ട്. പക്ഷേ ഇത് ഇവനെ അജിത്തായിരുന്നാലും മാക്സിമം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ക്ലൈമാക്സ് ഇതേ പറയാവുള്ളൂ, ക്ലൈമാക്സ്. അപ്പോൾ നമ്മളെ ഒക്ടോപ്പസിന് ക്ലൈമാക്സ് ദഹിച്ചിട്ടില്ല. അങ്ങനെ നോക്കിയാലും അല്ല, ഫ്രോഗിന് ക്ലൈമാക്സ് ദഹിച്ചാണ്. ഇല്ല, എനിക്കും ദഹിച്ചിട്ടില്ല പടം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ പടങ്ങൾ, റോഡ് ത്രില്ലർ പടങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഹോളിവുഡ് ലെവലൊക്കെ നമ്മളിപ്പോൾ ഹോളിവുഡ് ലെവലിൽ എന്ന് ഒക്ടോപ്പസ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം, ഒരുപാട് പടങ്ങളുണ്ട്. നമ്മളെ കിളി ഇരുന്ന് പറക്കും. പക്ഷേ ഹോളിവുഡ് ലെവലിൽ പിടിക്കാൻ നോക്കി, ട്രൈ ചെയ്തു. പക്ഷേ ഏകദേശം ഒരു നല്ല രീതിയിലുള്ള മേക്കിംഗ് നല്ല രീതിയിലുള്ള മേക്കിംഗ് ആണ്. അതൊക്കെ നല്ല ചെയ്തിട്ടുണ്ട്. മിക്കത് ഒറിജിനാണെന്ന് പറയുന്ന രീതിയിലുള്ള എല്ലാ ഇതും ഫൈറ്റ് ആയിരുന്നാലും റേസിംഗ് ആയിരുന്നാലും അതൊക്കെ ഒറിജിനലാണ്. പുള്ളിക്കാരൻ ഡൂപ്പിടാതെ ചെയ്തതാണ്. അതിനെല്ലാം കളയുന്ന രീതിയിലല്ല ഈ ക്ലൈമാക്സ് വന്നിരിക്കുന്നത്. പക്ഷെ അതെല്ലാം കളഞ്ഞ് കുളിക്കുന്ന രീതിയിലാണ് ക്ലൈമാക്സ് വന്നിരിക്കുന്നത്. അത് ഓക്കെയാണ്. സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത് മോശമായിട്ടുള്ള കാര്യമില്ല. ക്ലൈമാക്സ് ആണ് നിങ്ങൾക്ക് പോലും ദഹിക്കില്ല, ആർക്കും ദഹിക്കില്ല. അതാണ് പറയാനുള്ളത്. ക്ലൈമാക്സ് ഒരു ഫാമിലിയായിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡ്യൂഷൻ. 12 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് താമസിക്കുന്നത്, 8 വർഷമായപ്പോഴത്തേക്കും ഒരു കുഞ്ഞ് അബോർട്ടഡ് ആയി പോയതിൻ്റെ ഡിപ്രഷനിൽ അവൾക്ക് ഒരു സ്പേസിന് വേണ്ടി മാറിക്കൊടുക്കുന്നു. അപ്പോഴത്തേക്കും ഈ സ്പേസ് അവൾക്ക് മാറിക്കൊടുക്കുമ്പോഴത്തേക്കും അവള് വീണ്ടും ഡിപ്രഷൻ സ്റ്റേജ് ആയതുകൊണ്ട് കുറച്ച് മാറി നിൽക്കുന്ന എവനും അത്രയ്ക്കും വേണ്ടി സങ്കടമുള്ളതെല്ലാം കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് അവൻ മാറി നിൽക്കുന്ന സമയം കൊണ്ട് എവിടെ കണ്ടാലൂടെ ഒരു പ്രകാശ് എന്ന് പറയുന്ന ഒരുത്തൻ്റെ അടുത്ത് റിലേഷനായി അവൻ്റെ കൂടെ കറങ്ങുന്നതില്ല. എൻ്റെ അടുത്ത് പറയുകയും ചെയ്യും, എൻ്റെ ഡിവോഴ്സ് വേണം, എനിക്ക് വേറെ റിലേഷൻ വേണമെന്ന്.
ഇതിന് ലാസ്റ്റ് അവളുടെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ലാസ്റ്റ് കൊണ്ടാക്കാൻ പോണ സ്റ്റൈലാണ്. അവളെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് 8 കോടി കൊടുത്ത് അവളെ തിരിച്ചെടുത്ത് അവളെ വീട്ടിൽ കൊണ്ടാക്കുമ്പോഴത്തേക്ക് പറയും എന്തിനാണ് രക്ഷിച്ചതെന്ന് ചോദിച്ചാൽ ഐ ലവ് യു പറയും, സോറി. ഇതാണ് ക്ലൈമാക്സ്. എന്തിനാണിത്? അത് ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ പടം പോലെ ക്ലൈമാക്സ് കൊണ്ടുവന്നില്ല, സന്തോഷപൂർവ്വമാക്കി തീർക്കാനാണ്. സൈക്കോ ഒരു സൈക്കോ വില്ലത്തിയുണ്ട്, അടിപൊളി. അവള് പോലും പറയുന്നുണ്ട് നീ എൻ്റെ അടുത്ത് പറയില്ലേ, കാരണം ഞാൻ കല്യാണം കഴിച്ച് എനിക്കൊരു ഭർത്താവേ ഉള്ളൂ, നീ എൻ്റെ അടുത്ത് സംസാരിക്കാറായിട്ടില്ല. അത് പക്ക പറയുന്നത്. എന്തിനാണ് ഇത് കാണിച്ചിരിക്കുന്നത്? ഇതൊക്കെ ഒരു സിനിമ ഇത്രയും സിനിമ നല്ല കഷ്ടപ്പെടുന്നുണ്ട്. സിനിമയിൽ ഈ സിനിമയ്ക്ക് വേണ്ടി 3-4 വർഷത്തോളം എന്ത് ഗ്യാപ്പ് എടുത്തെന്നുള്ള രീതിയിൽ റിലീസിന് വേണ്ടി ഒരുപാട് സമയം എടുത്തല്ലോ. പക്ഷെ ഇത്രയും എടുത്തിട്ട് ആ മേക്കിംഗ് ആയിരുന്നാലും നല്ല രീതിയിൽ ഡയറക്ഷൻ ആയാലും എല്ലാം അവിടെ പൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരാളെ പോലും പറയുന്ന രീതിയിലല്ല, മോശമാണെന്ന് പറയുന്ന രീതിയിൽ ഒരുത്തർ അഭിനയിച്ചിട്ടില്ല, എല്ലാം അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് എൻ്റെ ഇതിൽ ഞാൻ പറയും, നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം, ക്ലൈമാക്സിന് മുമ്പായിട്ട് ഇറങ്ങണം, എങ്കിൽ നല്ല സിനിമയായിരിക്കും. ക്ലൈമാക്സിന് മുമ്പേ ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ അതിനുള്ള കണ്ടോണ്ടിരുന്ന പടം ക്ലൈമാക്സ് കളഞ്ഞു പൊളിച്ച് പോകും. ക്ലൈമാക്സ് കാണുന്ന മുമ്പേ. പക്ഷേ നിങ്ങൾ കാണുന്നതിൻ്റെ പൈസ ആ ക്ലൈമാക്സ് കാണുന്ന മുമ്പ് വരെ വറുത്തായിരിക്കും. ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ എന്തിനു കണ്ടെന്നുള്ള രീതിയിൽ വട്ടനായി പോകും. ക്ലൈമാക്സ് കാണാതെ പോകും. എൻ്റെ ഒപ്പീനിയനിൽ 10-ൽ 3 കൊടുക്കുകയുള്ളൂ. കാരണം 10-ൽ 5 കൊടുക്കുക എന്നുള്ള ഇത് ഉണ്ടെങ്കിലും ആ ക്ലൈമാക്സ് കാരണം 10-ൽ 3 എനിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ അതിൻ്റെ ആ ക്രൂവിൻ്റെ കഷ്ടപ്പാടായാലും അവരുടെ അഭിനയത്തിനായാലും ഞാനൊരു 10-ൽ 5 കൊടുക്കും. എങ്കിലും ബിലോ ആവറേജ് ആണെങ്കിലും ഞാനൊരു 5 കൊടുക്കും. ആ ഒരു പടത്തിൻ്റെ കഷ്ടപ്പാട് കാരണം അത് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ പടം കാണണം, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളും രേഖപ്പെടുത്തണം. അപ്പോൾ ഓക്കെ. ഒരു രക്ഷകൻ പോയപ്പോൾ അടുത്ത രക്ഷകൻ വന്നു, അത് വരുമല്ലോ, അത് സ്വാഭാവികം. അപ്പം ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അടുത്ത AKV വരുമ്പോഴത്തേക്കും അടുത്ത പടം വിയിലാണെങ്കിൽ ഇതേപോലെയാണ്. അതിപ്പോൾ രണ്ടാമത്തെ ദിവസം കളക്ഷനൊക്കെ ഇടിഞ്ഞ് വി ഫോർ വിക്ടറി. ഓക്കെ, ശരി, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു.